നമസ്കാരം. CDRും ലൈവ് ലൊക്കേഷനും ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങളും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളും ചോർത്തിയ കേസിൽ അടൂർ സ്വദേശി ജോയൽ വി ജോസ് ചില്ലറക്കാരനല്ലെന്ന് പോലീസ്. അടൂർ കണ്ണംകോട് കോട്ടമുകളിൽ വാഴവിളിയിൽ പുത്തൻ വീട്ടിൽ ജോയൽ വി ജോസിനെയാണ് കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 23-കാരനായ ജോയലിന്റെ ഹാക്കിംഗ് വിദ്യ കണ്ട് കേരള പോലീസ് ഞെട്ടിയിരിക്കുകയാണ്. അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. ഹാക്കിംഗ് രംഗത്തെ വെമ്പന്മാരെ പോലും ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ജോയൽ ഹാക്കിംഗ് നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ഫോൺ നമ്പർ നൽകിയാൽ ഉടൻ തന്നെ കോൾ ഹിസ്റ്ററിയും ലൊക്കേഷൻ വിവരങ്ങളും രഹസ്യ പാസ്വേഡുകളും എന്നിവ ചോർത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ കഴിവ്. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോയൽ പ്രവർത്തിച്ചിരുന്നത്. സംശയങ്ങൾ വെച്ച് പുലർത്തുന്ന കമിതാക്കളായിരുന്നു ഇയാളുടെ പ്രധാന കസ്റ്റമേഴ്സ്. അവർക്ക് വേണ്ടിയുള്ള ഹാക്കിംഗ് ഉയർന്ന ഫീസാണ് ഈടാക്കിയിരുന്നത്. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഹാക്കിംഗ് സേവനങ്ങൾക്കായി പരസ്യവും നൽകിയിരുന്നു. കസ്റ്റമേഴ്സിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഇദ്ദേഹം ചോർത്തി നൽകുന്നതാണ്. ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിൽ വരുന്നത്. വിവരം കിട്ടിയ ഉടൻ തന്നെ പത്തനംതിട്ട പോലീസ് ഇയാളെ വലയിലാക്കുകയായിരുന്നു. അടൂർ കോട്ടമുകളിലെ വീട്ടിൽ നിന്ന് ഹാക്കിംഗ് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെത്തി. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കാരണം സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്കും അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് പത്തനംതിട്ട പോലീസ് മേധാവി ആർ ആനന്ദ് കർശന നിർദ്ദേശം നൽകി. വ്യക്തികളുടെ CDR, ലൈവ് ലൊക്കേഷൻ അടക്കം ഇയാൾ ചോർത്തി നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സൈബർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 23-കാരനായ ജോയലിന്റെ കുറ്റകൃത്യങ്ങൾ ഗൗരവകരമാണെന്നും NIA അടക്കം അന്വേഷണത്തിന് എത്തുമെന്നാണ് വിവരം. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.